മഞ്ചേശ്വരം ബായർ പദവിയിലെ മുഹമ്മദ് ആസിഫിന്റെ മരണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് 1 വർഷമാകാൻ പോവുകയാണ്. എങ്ങും എത്തിയിട്ടില്ല അന്വേഷണം. എന്താണ് അന്ന് പൈവെളികയിലെ ആ റോഡരികിൽ സംഭവിച്ചത്? പരിശോധിക്കാം. മഞ്ചേശ്വരം ബായാർ പദവിലെ ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു മുഹമ്മദ് ആസിഫ് എന്ന ചെറുപ്പക്കാരൻ. അത് ഒരു ബുധനാഴ്ച ദിവസമാണ്. കൃത്യം പറഞ്ഞാൽ ജനുവരി 15-ാം തീയതി. പൈവെളിക കായൻകട്ടയിലെ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ആ ലോറി. അതിനുള്ളിൽ മുഹമ്മദ് ആസിഫ് മരിച്ച നിലയിൽ. ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള ഡോറിലും രക്തക്കറയുണ്ടായിരുന്നു. യുവാവിന്റെ ശരീരത്തിൽ കണ്ട ചില പാടുകൾ, ചില പരുക്കുകൾ, അവിടെയാണ് സംശയം ഉടലെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇടുപ്പിലെ പൊട്ടലിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായത് എന്ന് പറയുന്നു. ടിപ്പർ ലോറിയുടെ ഉള്ളിൽ നിന്ന് ലാത്തിയുടെ കഷ്ണം കണ്ടെത്തിയെന്നും പരാതിയിൽ, കുടുംബം ഉന്നയിച്ച പരാതിയിൽ പറയുന്നുണ്ട്. പോലീസിന്റെ മർദ്ദനം നടന്നുവോ എന്ന് വീട്ടുകാർ അന്നേ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൊലപാതകം 100 കൊലപാതകം ഞങ്ങൾക്ക് ഉറപ്പും. 100 കൊലപാതകം പരാതി പോലീസിന് കൊടുത്തു, പിന്നെ ക്രൈംബ്രാഞ്ച് കൊടുത്തു. ക്രൈംബ്രാഞ്ച് പറഞ്ഞ് നിങ്ങൾ തിരക്കാക്കണ്ട, ഞങ്ങൾ 3 മാസത്തെ അങ്ങനെ തെളിവാക്കാന്ന് പറഞ്ഞു. 3 മാസം ഒരു കൊല്ലമായിട്ടും ഒരു തെളിവുമില്ല. ആസിഫിന്റെ ഉറ്റ ബന്ധുവാണത്, അച്ഛന്റെ സഹോദരൻ. അയാൾ പറയുന്നത് കേൾക്കുക. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിലൊരു ദുരൂഹതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ആ കുടുംബം. പുലർച്ചെ ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ടിപ്പർ ലോറിയുമായി ഈ പറയുന്ന ആസിഫ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതേ മൊഴി തന്നെ നൽകിയിട്ടുണ്ട് ബന്ധുക്കൾ. വീട്ടിൽ നിന്നും മാറി ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ ആ ലോറി കണ്ടെത്തുന്നത്. ഉള്ളിൽ മൃതദേഹവും. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആസിഫിന്റെ കുടുംബം. ആസിഫിന്റെ കുടുംബം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ അതിൽ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ആസിഫിന്റെ ഉമ്മ പറയുന്നത് കേൾക്കാം. സംഭവം നടന്ന ടൈമില് ക്രൈംബ്രാഞ്ചിന് കേസ് ഇതാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായി. ഇപ്പോൾ ഒരു കൊല്ലായിക്കൊണ്ടിരുന്നു. ഇത് അന്വേഷണം കിട്ടിയിട്ടില്ല. എനിക്ക് എന്തെന്നിട്ട് അറിയില്ല. ഇതിനോട് ഈ ഭാഗത്തിൽ വന്നിട്ടില്ല. എൻ്റെ മോനെ കൊല ചെയ്തത് എനിക്ക് നല്ലോണം ഇതുണ്ട്. കൊല ചെയ്തത് തന്നെ സംശയം എനിക്ക് അറിയുന്നില്ല, നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തദ്ദേശീയമായി ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. അതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു യുവജന നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ അത് പ്രചരിച്ചിരുന്നു അടുത്ത കാലഘട്ടത്തിൽ. അതാണ് വിവാദങ്ങളിലേക്ക് കൂടുതൽ നയിച്ചത്. ഒരു വാർത്താ സമ്മേളനം നടത്തി അവർ കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും തെറ്റായിട്ടുള്ള പ്രചാരണം തുടരുകയാണ് എന്ന ആരോപണമാണ് ആസിഫിന്റെ ഉമ്മ ഉന്നയിക്കുന്നത്. ആസിഫിന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഇതിനായി അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഉന്നത അന്വേഷണം വേണമെന്നുള്ള അഭ്യർത്ഥന രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുമുണ്ട്. പിന്നെ ഈ കേസുമായി ഇതാക്കിയിട്ട് ആരെയും വീട്ടുകാരും വന്നിട്ടില്ല. അവർക്ക് എന്ത് ഒരു സമാധാനം ഇതാക്കിയിട്ടില്ല. ഈ കോൺഗ്രസിൻ്റെ വന്നതിന് ഇതാക്കി ഈ മുസ്തഫ ചെല്ലിന് ആൾക്കൊരു വാക്ക് തന്നെയാണ്, ഞാൻ ഈ കേസിന് എന്തായാലും തെളിയിപ്പോൾ നിങ്ങൾക്ക് ഇതാക്കിയിട്ട് തരാൻ പറ്റില്ല. ആ ഒരു സമാധാനം കൊണ്ടാണ്. മഞ്ചേശ്വരം പോലീസാണ് ഇതിൽ ആദ്യം കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. അസ്വാഭാവിക മരണത്തിനാണ് അന്ന് കേസ് എടുക്കുന്നത്. പിന്നീട് ഈ കുടുംബത്തിന്റെ ആവലാതി പരിഗണിച്ച് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യമായി. ഏതാണ്ട് 1 വർഷത്തോളമായിട്ടും ഇതുവരെയും ഒരു നിഗമനത്തിലേക്കും ക്രൈംബ്രാഞ്ച് സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അതൊരു കൊലപാതകമാണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ അത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക്
വിരൽ ചൂണ്ടുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്താണെങ്കിലും ആസിഫിന്റെ മരണം നടന്നിട്ട് ഇത്ര നാളായി, ഏതാണ്ട് 1 വർഷം ആകുന്നു. ഇതുവരെയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതാരുടെ വീഴ്ചയാണ്?